أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റി ജീവിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൽ ഇന്ന് നാം കണ്ടുവരുന്ന ഒരു അമിതമായൊരു പ്രവണത, ആത്മഹത്യാ പ്രവണതയും ആത്മഹത്യയും ഇന്ന് ആഗോള തലത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ജീവിതം കഴിഞ്ഞു പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദിനേന പത്രമാധ്യമങ്ങളിലൂടെ ആത്മഹത്യയെ കുറിച്ചുള്ള വാർത്തകളും അത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ വാർത്തകളും ഒക്കെ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് കേരളം പഠിപ്പിച്ചു കൊടുത്ത ആത്മഹത്യയിലെ ഒരു മാതൃക കൂടിയാണ് കൂട്ട ആത്മഹത്യ എന്ന് പറയുന്നത്. ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് വരെ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണതയും ആത്മഹത്യയും ഒക്കെ ഇതര സമൂഹങ്ങളിലും സമുദായങ്ങളിലും ഒക്കെ ആയിരുന്നു ധാരാളമായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത് മാറി ഈ 2025 നമ്മൾ നിൽക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിലും ധാരാളമായി ആളുകൾ പ്രായഭേദമന്യേ ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മുതിർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തരത്തിലുള്ള മാനസികമായ വ്യതകളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴൊക്കെയാണ് പലപ്പോഴും പല ആളുകളുടെ ആത്മഹത്യയുടെ കാരണമായി ഉള്ള നിഗമനങ്ങളിൽ എത്തിച്ചേരാം. എന്നാൽ ഇന്ന് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ, 5-ലും 6-ലും പഠിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ കൗമാര പ്രായത്തിലുള്ള കുട്ടികളും യുവാക്കളായ ആളുകളും ഒക്കെ ഇന്ന് ജീവിത നൈരാശ്യം മൂത്തുകൊണ്ട് ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഭയാനകമായ ഒരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആത്മഹത്യയിലേക്ക് പോകാനുള്ള മുഖ്യമായ കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ മോചിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് നമ്മുടെ കുട്ടികൾ പോകാതിരിക്കുവാൻ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിക്കുന്ന ലോകമെന്ന് പറയുന്നത് അതിഭൗതികതയുടെയും വൈജ്ഞാനിക മേഖലയുടെ ഉത്തൂംഗതയിലാണ് ഇന്ന് ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെക്കാൾ കൂടുതൽ അറിവുകളും കഴിവുകളും അതുപോലെ പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകളും ഒക്കെ കൈമുതലായിട്ടുള്ള ആളുകളാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകത്ത് ജീവിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസികമായ പ്രതലം വളരെ വലുതാണ് എന്ന് ഓരോ മാതാപിതാക്കളും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള
ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നൽകേണ്ട ഒന്നാമത്തെ കാര്യം അവരെ സ്നേഹിക്കുക എന്നതാണ്, അവർക്ക് സ്നേഹം നൽകുക എന്നതാണ്. കുട്ടികള് തങ്ങളെ സംരക്ഷിക്കുവാനും തനിക്കൊരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കുവാൻ തന്റെ ഉപ്പയും ഉമ്മയും തന്റെ മാതാപിതാക്കളും ഉണ്ട് എന്ന ഒരു തോന്നൽ അവർക്കുണ്ടായാൽ മാത്രമേ അവർ അനുഭവിക്കുന്ന മാനസികമായ വ്യതകളെ സംബന്ധിച്ച് നമ്മളോട് അവർ പറയുകയുള്ളൂ എന്ന സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളോട് എങ്ങനെ പെരുമാറേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ മാർഗദർശനം നമുക്ക് നൽകിയിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ കാന ഇൻദഹു സബിയ്യുൻ ഫൽയതസാബലഹു. നിങ്ങളുടെ ആരുടെയെങ്കിലും അടുക്കൽ ഒരു കുട്ടിയുണ്ട് എങ്കിൽ അവനോടൊരു കുട്ടിയെ പോലെ പെരുമാറുക എന്നതാണ്. അഥവാ അവന്റെ മാനസികമായ നില അറിഞ്ഞുകൊണ്ട് അവന്റെ പ്രായത്തിന്റെ പക്വത മനസ്സിലാക്കിക്കൊണ്ട് അതേ തരത്തിലുള്ള ഒരു പെരുമാറ്റം അവരോട് നീ പെരുമാറുക എന്നാണ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കുട്ടികളെ വിളിക്കുമ്പോൾ പോലും അതിലൊരു സ്നേഹത്തിന്റെ മധുരം പുരട്ടിയുള്ള വിളി, നിങ്ങൾ അവരെ വിളിക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. യാ ബുനയ്യ എന്നാണ് മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ അവരുടെ മക്കളെ വിളിച്ചതായി വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലുള്ള പല പ്രവാചകന്മാരുടെയും ചരിത്രം ഖുർആൻ പറയുമ്പോൾ അവരുടെയൊക്കെ മക്കളെ അവർ അഭിസംബോധന ചെയ്തതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, എന്റെ പൊന്നുമോനെ എന്നൊക്കെ നമ്മൾ വിളിക്കാറില്ലേ, അതേ രീതിയിലാണ് കുട്ടികളെ അഭിസംബോധന ചെയ്യേണ്ടതെന്ന് പോലും മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അവരെ സ്നേഹിക്കുന്നതിൽ ഒരിക്കലും നമ്മൾ എന്താണ് മടി കാണിക്കരുത്. ഒരിക്കലും അതിനൊരു പരിധി വെക്കാത്ത രീതിയിൽ പരിധിയില്ലാത്ത ആത്മാർത്ഥമായ സ്നേഹം തങ്ങളുടെ മക്കൾക്ക് നൽകാൻ ഓരോ മാതാപിതാക്കളും തയ്യാറാക്കണം. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ രണ്ടുപേരെയും മാറി മാറി ചുംബിക്കുകയാണ്. അവർ പ്രവാചകന്റെ അരികിൽ അഖറ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി ഇരിക്കുന്നുണ്ട്. അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് 9 മക്കളുണ്ട്, ഞാൻ അവരിൽ ആരെയും ഇതുവരെയും ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് പറഞ്ഞത്, കരുണ കാണിക്കാത്തവന് അല്ലാഹുവിന്റെ കരുണ ലഭിക്കുകയില്ല എന്നാണ്. മക്കളെ ചുംബിക്കുക എന്നത് ഓരോ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിവാഹം കഴിച്ച് അയച്ചുവിട്ട മകൾ, പുന്നാര മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കടന്നു വരുമ്പോൾ പോലും, വീട്ടിലേക്ക് വരുമ്പോൾ പോലും വീടിന്റെ പടിയിൽ പോയി നിന്നുകൊണ്ട് കൈ പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചാണ് പ്രവാചകൻ അകത്തേക്ക് വിളിച്ചു കൊണ്ടുവരാറുള്ളത് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ അവരോട് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹസനും ഹുസൈനും മുട്ടുകുത്തി നടക്കുന്ന പ്രായമാണ്. പ്രവാചകന്റെ വീട് പ്രവാചകന്റെ പള്ളിയുടെ അരികിൽ തന്നെയാണ്. വീട്ടിന്റെ ഉള്ളിലായിരുന്ന ഈ കുട്ടികൾ മിമ്പറിൽ പ്രവാചകൻ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് മുട്ടുകുത്തി പള്ളിയിലേക്ക് കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടികളെ കണ്ടപ്പോൾ മിമ്പറിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ഈ 2 കുഞ്ഞുങ്ങളെയും കയ്യിൽ വാരിയെടുത്തിട്ട് പ്രവാചകൻ പറഞ്ഞു, ആലമോ, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്കുള്ള പരീക്ഷണമാണ്. ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ടു പോയി, അതുകൊണ്ടാണ് ഞാൻ മിമ്പറിൽ നിന്നിറങ്ങി ഈ കുഞ്ഞുങ്ങളെ വാരിയെടുത്തത് എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് മക്കളെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് പ്രവാചകൻ ആ കുഞ്ഞുങ്ങളെ വാരിയെടുത്തു എന്നാണ്. അതുപോലെ നമുക്കറിയാം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് സലാം പറയും. ജാടയിട്ടുകൊണ്ട് മസിൽ വിളിച്ചുകൊണ്ട് നിൽക്കൂല. കുട്ടികളെ കണ്ട നബി അങ്ങോട്ട് സലാം പറയും, അവരോട് കുശലാന്വേഷണം നടത്തും. പ്രവാചകന്റെ ഉറ്റ സുഹൃത്തായിരുന്നു അബൂ തൽഹയുടെ മകൻ അബൂ ഉമൈർ. ഈ അബൂ ഉമൈറും പ്രവാചകനും തമ്മിലുള്ള സൗഹൃദം ചരിത്ര ഗ്രന്ഥങ്ങളിൽ വരച്ചിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയായിരുന്നു അബൂ ഉമൈറിന് ഒരു പക്ഷിക്കുഞ്ഞിനെ കിട്ടി. ഈ പക്ഷിക്കുഞ്ഞിനെ അബൂ ഉമൈർ സന്തോഷത്തോടുകൂടി വളർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും കാണുമ്പോൾ
അബൂ ഉമൈറിനോട് പക്ഷിക്കുഞ്ഞിന്റെ വിശേഷം ചോദിക്കും. ഒരു ദിവസം പ്രവാചകൻ വന്നപ്പോൾ അബൂ ഉമൈർ ഇരുന്നുകൊണ്ട് കരയുകയാണ്. അപ്പൊ അബൂ ഉമൈറിന്റെ ദുഃഖത്തിൽ പ്രവാചകൻ പങ്കുചേർന്നുകൊണ്ട് ആ കുഞ്ഞിനെ താലോലിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് അബൂ ഉമൈറെ നീ കരയുന്നത്, എന്താണ് നിനക്ക് പറ്റിയത് എന്ന് പ്രവാചകൻ അബൂ ഉമൈറിനോട് ചോദിക്കുകയാണ്. അപ്പൊ അബൂ ഉമൈർ സങ്കടത്തോടെ പറഞ്ഞു, എന്റെ കിളിക്കുഞ്ഞ് മരിച്ചുപോയി. അബൂ ഉമൈറിനെ സമാശ്വസിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രതിസന്ധി നമ്മുടെ മക്കൾക്കുണ്ട് എങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. കുറെ വഴക്ക് പറയും, അല്ലെങ്കിൽ രോക്ഷമായിട്ട് എന്തെങ്കിലും പ്രതികരിക്കും. നിനക്ക് ഇതിനൊക്കെയാണോ സമയമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ആ കരുണാർദ്രമായ മനസ്സിനെ നിരുത്സാഹപ്പെടുത്തുന്ന പ്രവൃത്തിയായിരിക്കും ഒരുപക്ഷെ നമ്മളിൽ നിന്നൊക്കെ ഉണ്ടാവുക. പക്ഷെ കാരുണ്യത്തിന്റെ പ്രവാചകൻ നമുക്ക് മാതൃക കാണിക്കുകയാണ്. ഒരു കുഞ്ഞിനോട് എങ്ങനെയാണ് അവന്റെ മാനസികമായ നിലയോടൊപ്പം നിൽക്കേണ്ടത് എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ സ്നേഹത്തോടുകൂടി പ്രവാചകൻ ആ കുഞ്ഞിനെ നല്ല നിലക്ക് സമാശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ സ്നേഹം കൊടുക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ വീട്ടിൽ പല രക്ഷിതാക്കളെയും ഉമ്മയെ എപ്പോഴും കുട്ടികൾ കാണും, പിതാവിനെ ചിലപ്പോൾ കാണുന്നത് ഞായറാഴ്ചയായിരിക്കും. കാരണം എന്താ, ഈ കുട്ടി എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ വാപ്പ് പോയിട്ടുണ്ടാവും. തിരിച്ചു വരുമ്പോ ഇഷ കഴിഞ്ഞേക്കായിരിക്കും വരിക, കുട്ടി ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ആകെ ഇവൻ വാപ്പാനെ കാണുന്നത് ഞായറാഴ്ച കറുത്ത വീട്ടിൽ ഒരു ഇറച്ചി വാങ്ങി വരുന്ന ഒരാളായിട്ടായിരിക്കും, ഒരു ഇറച്ചിക്കാരനായിട്ടായിരിക്കും വാപ്പാനെ കാണുന്നത്. അങ്ങനെയല്ല, നമ്മുടെ മക്കളെ എപ്പോഴും നമ്മൾ അടുത്ത് നിൽക്കണം. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഇന്ത്യ കഴിഞ്ഞിട്ടുള്ള മറ്റുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് അമേരിക്ക, ഇംഗ്ലണ്ട് പോലുള്ള രാജ്യങ്ങളിൽ കുട്ടികൾ സ്കൂളിൽ ചെല്ലുമ്പോൾ, അവധി കഴിഞ്ഞ് സൺഡേ ഹോളിഡേ കഴിഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോൾ അവരോട് ചോദിക്കും, എത്ര സമയം മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു, എവിടെയൊക്കെയാണ് നിങ്ങളെ മാതാപിതാക്കൾ ടൂർ കൊണ്ടുപോയത്, വിനോദയാത്രക്ക് കൊണ്ടുപോയത്. അത് കൊണ്ടുപോകാത്ത മാതാപിതാക്കളെ സ്കൂളിൽ വിളിച്ചുകൊണ്ട് അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുമെന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര കൃത്യമായി മക്കളോട് സമയം ചെലവിട്ടുകൊണ്ട് ഇടപെടണമെന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് കുട്ടികൾക്ക് സ്നേഹം ലഭിക്കാതെ പോകുമ്പോഴാണ്, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എനിക്കിനി ആരാണ്, എന്നെ സംരക്ഷിക്കുവാൻ ആരാണ്, എന്റെ വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ എന്റെ ഉമ്മയുടെ രൗദ്രമായ ഭാവങ്ങളാണ് എനിക്ക് കാണാനുള്ളത്, എന്റെ പിതാവിനോടാണെങ്കിൽ എനിക്ക് പറയാൻ സമയം കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഒരുപക്ഷെ ഈ കുട്ടി വിഷമിച്ച് അവന്റെ ജീവിതം ഒടുക്കുവാൻ വേണ്ടി അവൻ തയ്യാറാകും. അതുകൊണ്ട് നമ്മുടെ മക്കളെ സ്നേഹത്തോടുകൂടി ചേർത്ത് നിർത്തുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. സ്നേഹം മാത്രം കൊടുത്താൽ പോരാ. ചില മാതാപിതാക്കൾ വിചാരിച്ചിരിക്കുന്നത് കുട്ടികൾ പറയുന്ന ഭക്ഷണം അവർക്ക് വാങ്ങിക്കൊടുക്കുക, കുട്ടികൾ പറയുന്ന വസ്ത്രം അവർക്ക് വാങ്ങിക്കൊടുക്കുക, കുട്ടികൾ പറയുന്ന വാഹനം അവർക്ക് വാങ്ങിക്കൊടുക്കുക, കുട്ടികൾ പറയുന്ന കളിപ്പാട്ടങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുക്കുക, ഇതാണ് അവരുടെ സ്നേഹപ്രകടനം എന്നാണ്. എന്നാൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മാതാവും ഒരു പിതാവും തങ്ങളുടെ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം അഹ്സന അദബഹും, അവരുടെ ശിക്ഷണം നന്നാക്കുക എന്നതാണ്, അവരെ നല്ല രീതി പഠിപ്പിക്കുക എന്നതാണ്. ഒന്നാമതായി അവർ ക്ഷണിക്കേണ്ടത് അല്ലാഹുവിനെ ആരാധിക്കുന്നതിലേക്കാണ്. സൃഷ്ടാവിനെ കുറിച്ചുള്ള ബോധം. നിന്നെ ആരാണ് പടച്ചത്? അല്ലാഹുവാണ് നിന്നെ പടച്ചത്. നിന്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട്, നിന്റെ ജീവിതത്തിന് ഒരു വലിയ ഗുണപാഠമുണ്ട്, ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന ബോധം ആ കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കണം. ഒന്നാമതായി സൃഷ്ടാവിനെ കുറിച്ചുള്ള ബോധം. ആ സൃഷ്ടാവ് ഓരോ കാര്യങ്ങളും കാണുന്നുണ്ട് എന്ന ബോധം തന്റെ കുട്ടിക്ക് നൽകാൻ ഓരോ മാതാവും പിതാവും തയ്യാറാകണം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിൽ ലുഖ്മാനുൽ ഹക്കീം എന്ന് പറയുന്ന സ്വാലിഹായ ഒരു മനുഷ്യന്റെ ചരിത്രം അല്ലാഹു പറയുന്നുണ്ട്. എന്താണ് ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനോട് പറയുന്നത്? യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫീസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹാ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു കടുക് മണിയുടെ അത്രയുള്ള കാര്യമാണ് നീ മറച്ചു വെക്കുന്നതെങ്കിൽ പോലും, നീ അത് രഹസ്യമായി എത്ര മറച്ചു വെച്ചാലും, നീ അത് ആകാശത്തിന്റെ മുകളിൽ, ആകാശത്തിൽ എവിടെയോ, അല്ലെങ്കിൽ ഭൂമിയിൽ, അല്ലെങ്കിൽ പാറക്കെട്ടുകൾക്കുള്ളിൽ കൊണ്ടുപോയി നീ മറച്ചു വെച്ചാലും അല്ലാഹു അത് പുറത്തു കൊണ്ടുവരും. അല്ലാഹു അനുകമ്പയുള്ളവനും എല്ലാ കാര്യങ്ങളും അതിസൂക്ഷ്മമായി അറിയുന്നവനുമാകുന്നു. മകനെ എന്ന് ലുഖ്മാനുൽ ഹക്കീം
തന്റെ മകനെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നിസ്സാര കാര്യത്തിന് പോലും കള്ളം പറയുന്ന, അസത്യം പറയുന്ന, കാര്യങ്ങൾ മറച്ചു വെക്കുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്നെ സൃഷ്ടിച്ച നാഥൻ ഇത് കാണുന്നുണ്ട് എന്ന ബോധം മക്കളെ പഠിപ്പിച്ചു കൊടുക്കുക. നിന്നെ സൃഷ്ടിച്ച അല്ലാഹു ഇത് കാണുന്നുണ്ട് എന്ന ബോധം ഓരോ മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. മാത്രവുമല്ല, ജീവിതത്തെ കുറിച്ച് കൃത്യമായ ഒരു വീക്ഷണം നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇന്നത്തെ കുട്ടികൾ എങ്ങനെയാണ് ജീവിതത്തെ നോക്കിക്കാണുന്നത്? കേവലം ഒരു ആസ്വാദനമാണ് ഇന്നത്തെ ജീവിതം എന്നാണ്. പഴയ എപ്പിക്കൂറിയൻ സിദ്ധാന്തം, തിന്നുക, കുടിക്കുക, രസിക്കുക, രമിക്കുക. ഒരു മരണ വീട്ടിൽ പോലും ചെന്നാൽ അവിടെയും എങ്ങനെ ആസ്വാദികരമാക്കാം എന്നാണ് ഇന്ന് കുട്ടികൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തു വന്നാലും എനിക്ക് ആസ്വദിച്ചിടണം, മുന്തിരിച്ചാൽ പോലുള്ള ഒരു ജീവിതം, എന്നും അതിന്റെ ലഹരിയിൽ ആനന്ദ തുന്തിരവൻ മൂടി പറക്കണം. എന്തു വന്നാലും ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ ആസ്വാദനത്തിന്റെ വിഭവങ്ങളാണ്, ആസ്വദിക്കാനുള്ളതാണ് എന്ന ചിന്തയിലാണ് ഇന്നത്തെ തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മാതാവോ പിതാവോ ഇല്ല, സഹോദരനോ സഹോദരിയോ ഇല്ല, അയൽക്കാരനോ അയൽപക്ക ബന്ധങ്ങളോ ഇല്ല, കുടുംബമോ കുടുംബ ബന്ധങ്ങളോ ഒന്നുമില്ല. എന്തിനേയും ആസ്വാദികരമാക്കി നീങ്ങുന്ന ഒരു ജീവിതമാണ് ഇന്നത്തെ കുട്ടികൾ ചിന്തിക്കുന്നത്. അങ്ങനെ അവർ ജീവിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധി, എന്തെങ്കിലും ഒരു തടസ്സം, ആ ആസ്വാദനത്തിന്റെ ഭംഗം വരുമ്പോൾ പെട്ടെന്ന് അവരെന്ത് ചെയ്യുന്നു? ഇനി ഞാൻ എന്തിന് ജീവിക്കുന്നു? ഇത്രയും നാള് ഞാൻ സുഖമായി ജീവിച്ചില്ലേ, എന്റെ ഈ സുഖത്തിന് ഭംഗം വരുന്നില്ലേ, ഭംഗം വന്നില്ലേ, അതുകൊണ്ട് ഈ ഞാൻ എന്തിന് ജീവിക്കുന്നു? അവരവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ചിലപ്പോൾ ഒരു കയറിൽ, ചിലപ്പോൾ ഒരു മയക്കുമരുന്നിൽ, ചിലപ്പോൾ വിഷത്തിൽ, ചിലപ്പോൾ മറ്റെന്തെങ്കിലും മോശമായ രീതിയിൽ അവർ മരിക്കാൻ തയ്യാറാകും. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ വീക്ഷണം എന്താണെന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നത്. ജീവിതം വെറും ആസ്വാദനം മാത്രമല്ല, ജീവിതം എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളുടെ തീച്ചൂടയിലൂടെ കടന്നു പോകേണ്ടതാണ്. ഞാൻ ആമുഖമായി ഓതിയ ആയത്തിൽ അല്ലാഹു പറയുന്നു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ എന്നാണ് അല്ലാഹു പറയുന്നത്. വലനബ്ലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. പരീക്ഷണം നിറഞ്ഞതാണ് ജീവിതം. 5 കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. ഖൗഫ്, ഭയം കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള ഭയം, അത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. വൽ ജൂഉ, പട്ടിണി മൂലം അല്ലാഹു പരീക്ഷിക്കും. വനഖ്സിൻ മിനൽ അംവാൽ, ധനത്തിന്റെ ലഭ്യതക്കുറവ് മൂലം അല്ലാഹു പരീക്ഷിക്കും. വൽ അൻഫുസി, അടുത്ത ബന്ധുക്കളുടെ മരണം മൂലം, രോഗം മൂലമൊക്കെ അല്ലാഹു പരീക്ഷിക്കും. വസ്സമറാത്ത്, കൃഷിനാശം മൂലം അല്ലാഹു നമ്മളെ പരീക്ഷിക്കും. ഇങ്ങനെ എല്ലാമുള്ള പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ് ജീവിതം. എന്നും സുഖകരമായ ഒരു ജീവിതം ഈ ദുനിയാവിൽ അല്ലാഹു പറഞ്ഞിട്ടില്ല. എന്നും ദുഃഖകരമായ ജീവിതം ഈ ദുനിയാവിൽ പറഞ്ഞിട്ടില്ല. ദുഃഖമാണ് ഇന്ന് എങ്കിൽ നാളെ ഒരു സന്തോഷം വരാനുണ്ട്. ഒരു എളുപ്പത്തിന്റെ കൂടെ ഒരു ഞെരുക്കമുണ്ട്, ഒരു ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ട്. ഇന്ന് ദുഃഖവും വ്യസനവുമാണ് എങ്കിൽ നാളത്തെ പുലരി സന്തോഷത്തിൻ്റെതാകാം. ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ് ജീവിതം. ചിലപ്പോൾ എക്സാമിന് തോൽക്കാം, ചിലപ്പോൾ ജയിക്കാം, ചിലപ്പോൾ വീട്ടിൽ നിന്ന് വഴക്ക് കേൾക്കാം, ചിലപ്പോൾ അധ്യാപകരിൽ നിന്ന് വഴക്ക് കേൾക്കാം, ചിലപ്പോൾ സമൂഹത്തിൽ നിന്ന് പലതരത്തിലുള്ള അധിക്ഷേപങ്ങൾക്ക് വിധേയരാകാം. അവിടെയൊന്നും നിരാശ കൊണ്ട് ജീവിത നൈരാശ്യത്തിലേക്ക് പോകാൻ പാടില്ല. ക്ഷണിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സന്തോഷവാർത്ത നൽകുന്നു. മാത്രമല്ല, അല്ലദീന ഇദാ അസാബതുഹും മുസീബ, നിങ്ങൾക്കൊരു ആപത്ത് ബാധിച്ചാൽ, നിങ്ങൾക്കൊരു പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ ഒരു വിശ്വാസി എന്താണ് പറയുന്നത്? അവൻ പറയണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവാണ് എനിക്ക് ഈ ജീവിതം നൽകിയത്, അല്ലാഹുവാണ് എനിക്ക് ഈ സമ്പത്തും സൗകര്യങ്ങളും സുഖങ്ങളും എല്ലാം നൽകിയത്, അവരിലേക്കാണ് ഞാൻ മടങ്ങി പോകേണ്ടത്. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ നിരാശ എനിക്ക് പ്രശ്നമല്ല, ഇപ്പോഴുള്ള ഈ ഞെരുക്കം എനിക്ക് പ്രശ്നമല്ല. എന്റെ റബ്ബ് എനിക്ക് ഇതിനും വലുത് തരാനുണ്ട്, അവരിലേക്കാണ് ഞാൻ മടങ്ങി പോകേണ്ടത് എന്ന് ചിന്തിക്കുക എന്ന ഒരു വിശ്വാസമാണ് ഒരു വിശ്വാസിയുടേത്. എന്നാൽ നമ്മൾ പോലും വിചാരിച്ചിരിക്കുന്നത്, ഭൂരിപക്ഷ മുസ്ലിങ്ങൾ പോലും വിചാരിച്ചിരിക്കുന്നത്, ഒരു മനുഷ്യന്റെ മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയേണ്ടതെന്നാണ്. പക്ഷേ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ആപത്തുകൾ വരുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ എന്തൊക്കെ നിരാശകൾ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ഇന്നാ
ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും അല്ലാഹുവാണ് എന്നെ സൃഷ്ടിച്ചത്, അല്ലാഹുവിലേക്കാണ് ഞാൻ മടങ്ങി പോകേണ്ടത് എന്ന ചിന്ത നമ്മൾ ഓരോരുത്തരും ഓർക്കുക. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. സമൂഹത്തിലേക്ക് ഇറങ്ങി സമൂഹത്തോട് ഇടപഴകി അവിടെയുള്ള പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. ആരാധനകൾ നിർവഹിക്കുവാൻ അവരെ പഠിപ്പിക്കണം. ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനോട് പറഞ്ഞില്ലേ, യാ ബുനയ്യ അഖിമിസ് സ്വലാത വഅമുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസ്വാബ ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. എന്റെ കുഞ്ഞുമോനെ, അഖിമിസ് സ്വലാത, നീ നമസ്കാരം നിർത്തണം. 7 വയസ്സായാൽ നമസ്കരിക്കുവാൻ മക്കളോട് കൽപ്പിക്കണം. 10 വയസ്സായാൽ അവൻ നമസ്കരിച്ചില്ലെങ്കിൽ ചെറിയതായ രീതിയിലുള്ള പണിഷ്മെന്റ് അവന് കൊടുക്കാൻ പരിശുദ്ധ ഖുർആൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവനെ നമസ്കരിക്കുവാൻ വേണ്ടി കൽപ്പിക്കണം. നമസ്കരിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് വീട്, വീട്ടിൽ നിന്ന് പള്ളി മാത്രമല്ല, നീ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. എവിടെ നീ ഒരു തിന്മ കാണുന്നുണ്ടോ ആ തിന്മയുടെ കൂടെ കൂടി അവനാകാൻ നീ തയ്യാറാകരുത്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് അവിടെ നന്മയുടെ കാവലാളായി മാറാൻ നിനക്ക് സാധിക്കണം. ഈ രംഗത്ത് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. ആരെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അവനെന്താണ് അവന്റെ കൈ കൊണ്ട് തടയാ, അല്ലെങ്കിൽ അവനെന്താണ് അവന്റെ നാവ് കൊണ്ട് പറയാ. അതും നടന്നിട്ടും അതും പറയാൻ സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ അവന്റെ ഹൃദയം കൊണ്ട് വീർത്തതിൽ മാറണം. ഇത് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അവർ കോളേജിൽ പോകുമ്പോ, സ്കൂളിൽ പോകുമ്പോ എന്തെങ്കിലും മോശമായ സംഗതി കണ്ടാൽ അതിന്റെ കൂടെ ഷെയർ ചെയ്തുകൊണ്ട് പങ്കാളിയാകുന്നവരാകാതെ മാറി നിൽക്കുവാൻ പഠിപ്പിക്കണം. അത് നിന്റെ മാർഗമല്ല, അത് ശരിയുടെ മാർഗമല്ല എന്ന് പറയാൻ സാധിക്കുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ അവരോട് പറയണം. അല്ലെങ്കിൽ എന്താണ്, കൈ കൊണ്ട് തടയാൻ കഴിയുമെങ്കിൽ കൈ കൊണ്ട് തടയുക, അല്ലെങ്കിൽ പറയുക, അല്ലെങ്കിൽ എന്താണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നീ ഒരുപാട് കുറ്റങ്ങൾ ഏൽക്കേണ്ടി വരും. ചിലപ്പോൾ ഒരുപാട് അധിക്ഷേപങ്ങൾക്ക് നീ പാത്രീഭൂതനായേക്കാം. ചിലപ്പോൾ നീ ചെയ്യുന്ന കോളേജിൽ നിനക്ക് ഒരുപാട് റാഗിങ്ങിന്റെ തലത്തിലൂടെ കടന്നുപോയേക്കാം. അപ്പോഴൊക്കെ ജീവിത നൈരാശ്യത്തിൽപ്പെട്ടുകൊണ്ട് നിരാശനാക്കേണ്ടതല്ല ചെയ്യേണ്ടത്. നീ എന്താ, നിന്നെ ബാധിക്കുന്ന കാര്യത്തിൽ നീ ക്ഷമ അവലംബിക്കുക. ഇതെല്ലാം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ്, ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളിൽപ്പെട്ടതാണ്. ആ ബുദ്ധിമുട്ടുണ്ടായാൽ പോലും നീ അതൊക്കെ ക്ഷമിക്കുക എന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. ആരാണ് എന്ന് ചോദിച്ചാൽ എന്താ എന്ന് നീ ചോദിക്കണമെന്ന ഒരു ശിക്ഷണം കൊടുത്തുകൊണ്ടല്ല വീട്ടിൽ നിന്ന് വിടേണ്ടത്. മറിച്ച് അധിക്ഷേപങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ നിന്നെ ബാധിച്ച കാര്യത്തിൽ ക്ഷമിക്കുവാനുള്ള ഒരു മനോഭാവം നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഇസ്ലാമികമായ ശിക്ഷണത്തോടുകൂടി മക്കളെ വളർത്തുന്ന, മക്കൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള പ്രായോഗികമായ ജ്ഞാനം നൽകുന്ന മാതാപിതാക്കളാക്കി മാറ്റുവാൻ നമുക്ക് ഏവർക്കും അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത് ഉസീകും ഇബാദല്ലാഹി താനിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ശുദ്ധിയുമായി ബന്ധപ്പെട്ട 2-3 കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ ഇടപഴകുന്ന പൊതുപരിസരങ്ങളിലൊക്കെ നല്ലൊരു വ്യക്തിത്വം ഉള്ളവരായി മാറണമെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ശുചിത്വത്തിനും വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ സ്വാഭാവികമായും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 5 നേരവും നമസ്കരിക്കുന്നവരാണ്.
5 നേരം നമസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിൽ ജമാഅത്തിന് പോകുന്നവരായി. പ്രവാചകൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു കാര്യം, പള്ളിയിൽ ജമാഅത്തിന് നിങ്ങൾ വരുമ്പോ പച്ച ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് വരരുത് എന്നാണ്. കാരണം അത് നിന്റെ സഹോദരന് നിന്റെ വായിൽ നിന്ന് ആ പച്ച ഉള്ളിയുടെ മണം വന്നു കഴിഞ്ഞാൽ അത് നിന്റെ സഹോദരന് അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അത്തരത്തിലുള്ള പച്ച ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ പള്ളിയിലേക്ക് വരരുത് എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയുണ്ടായി. ആ വിഷയത്തിലൊക്കെ നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നല്ല രീതിയിൽ തൊണ്ടൊക്കെ കളഞ്ഞ് നല്ല രീതിയിൽ പാചകം ചെയ്താണ് നമ്മൾ ഉള്ളി കഴിക്കാറുള്ളത്. പക്ഷെ ഇത് നമ്മൾ എന്തിനോട് കൂട്ടി യോജിപ്പിക്കണം? പുകവലി എന്ന് പറയുന്ന സംഗതി ഇന്ന് സമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട്. പുകവലിക്കുന്ന ആളുകള് സ്വാഭാവികമായും ചെയിൻ സ്മോക്കേഴ്സ് ആണ് എങ്കിൽ അവര് എന്താണ് കൈകെട്ടി നിൽക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്ന ആ പുകവലിയുടെ മണം അടുത്ത് നിൽക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അത് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ സ്വയം നാശത്തിലേക്ക് ഇടരുത് എന്നാണ്. നമുക്ക് ശാരീരികമായി ആരോഗ്യപരമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതികളും നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കടത്തിവിടാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ആധുനികരായ മുഫസ്സിറുകളൊക്കെ പുകവലി പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ആയത്താണ് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത്. സ്ഥിരമായി പുകവലിക്കുന്ന ഒരു മനുഷ്യന് തീർച്ചയായിട്ടും ഹൃദ്രോഗ സാധ്യത കൂടുതലായിരിക്കും. അപ്പൊ അതും ഒരു ഭാഗമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി സ്ഥിരമായി പുകവലിക്കുന്ന ആളുകളുടെ വായിൽ നിന്ന് വരുന്ന മണമൊക്കെ വലിയ പ്രശ്നമുണ്ടാക്കും മറ്റുള്ളവർക്ക്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ ഓരോരുത്തരും ഒഴിഞ്ഞു മാറി നിൽക്കുക. അത് വ്യക്തിത്വത്തിന്റെ ശുദ്ധിയുടെ വ്യക്തി ശുചിത്വത്തിന്റെ ഭാഗമായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.